ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ 5-6 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 5-6 ചെറുള്ളി, 3 കഷ്ണം പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച മസാല അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം 2 പീസ് കൊടംപുളി ചേർക്കാം. സ്റ്റൊമക് പെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടംപുളി ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ, 1.5 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക്, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, 3/4 സ്പൂൺ മല്ലിപ്പൊടി. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ഞാൻ 1/2 kg കൊഞ്ച് ഡീവെയിൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കൊഞ്ച് തലയോടെയാണ് എടുത്തിരിക്കുന്നത്. തലയോടെ നമ്മൾ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തല ഇളകി പോകാണ്ട് നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കൊഞ്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കോക്കനട്ട് മിൽക്കിലാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് കൊഞ്ച് റോസ്റ്റിൻ്റെ ടേസ്റ്റിൽ കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ കൊഞ്ച് റബ്ബറി ആയി പോവും. കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പുതിനയിലയും 1 സ്പൂൺ കോക്കനട്ട് ഓയിലും ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/4 സ്പൂൺ വീതം പെരിഞ്ജീരകം, ഉലുവ, ജീരകം ചേർക്കാം. 1/2 സ്പൂൺ പെപ്പർ കൂടെ ചേർക്കാം. അങ്ങനെ കോക്കനട്ട് മിൽക്ക് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ പെർഫെക്റ്റ് കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ. വളരെ അടിപൊളിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ വളരെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും തലയോടുകൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ മസാല തലയിലോട്ട് ഇറങ്ങിയിട്ട് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.